ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? വല്ലാണ്ട് ഇടകാറുന്നുണ്ടാ? നെഞ്ചുവേദന ഉണ്ട് ഇപ്പോൾ. പിന്നീട് രക്തം ഛർദ്ദിച്ചിനാ? ഛർദ്ദിക്കുന്നുണ്ടാ? ടെൻഷനൊന്നും ഉണ്ട് കേട്ടോ. എല്ലാം ശരിയാവും. ഒന്നുകൊണ്ട് ടെൻഷനാണ്. ഇതുവരെ നമ്മൾ എത്തിയില്ലേ? ഇനി 20 ലക്ഷം രൂപയല്ലേ അത് കൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. നിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഖുർആൻ മനപ്പാടാക്കി ഒരുപാട് മക്കൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കാനുള്ളൊരു സാഹചര്യം പടച്ചവൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാകട്ടെ. എല്ലാവരും സഹായിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും സഹായിച്ചത് കൊണ്ടാണ്, നിങ്ങളെല്ലാവരും സഹകരിച്ചത് കൊണ്ടാണ്, പ്രാർത്ഥനയുടെ കൂടെ നിന്നുകൊണ്ടാണ് 40 ലക്ഷം രൂപ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചത്. ഇനിയും 20 ലക്ഷം രൂപ കൂടി കണ്ടെത്തിയാൽ മാത്രമേ ഈ കൊച്ചനുജന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ കൊച്ചനുജൻ പറയുന്നത്, എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, എനിക്ക് ഖുർആൻ മനപ്പാടമാക്കണം, ഒരുപാട് മക്കൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഓരോ നിമിഷം വൈകും തോറും ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ ഈ കൊച്ചനുജൻ മരണത്തിലേക്ക് പോകുന്ന കാഴ്ച നാം എല്ലാവരും കാണേണ്ടി വരും. അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവർ. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഹൈദരാബാദിലെ യശോദ ഹോസ്പിറ്റലിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അവസാന പ്രതീക്ഷയോടുകൂടി ലോകമെമ്പാടുമുള്ള കാരുണ്യമനസ്കരായ നന്മ നിറഞ്ഞ കൂടപ്പുറപ്പെട്ട മുന്നിലേക്ക് ഈ ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് പരമാവധി ഈ വീഡിയോ പ്രാർത്ഥനയോടുകൂടി എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തരണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്.